ഹലോ അപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടല്ലേ രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയാലോ. അപ്പോൾ ഞാൻ ഗ്രീൻ ബീൻസും കടലയൊക്കെ തന്നെ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഇങ്ങനെ ഫ്രീസറിൽ വെച്ചാണ് കേട്ടോ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഗ്രീൻ ബീൻസ് എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗ്രീൻ ബീൻസ് മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ടൊന്ന് വേവിക്കാൻ വെക്കുകയാണ് കേട്ടോ. ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കാനായിട്ടാണ്. അടുത്ത ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ ദോശയാണ് കേട്ടോ. അതായത് തലേ ദിവസം തന്നെ പച്ചരി കുതിർത്തിട്ടിട്ടുണ്ട്. പച്ചരി എത്രയാണോ എടുക്കുന്നത് അതേ സെയിം അളവിന്, അതായത് 1 കപ്പ് പച്ചരി ആണെങ്കിൽ 1 കപ്പിന് ചോറ് അങ്ങനെ എടുത്ത് നന്നായിട്ട് നല്ല മഷി പോലെ നമ്മുടെ അപ്പത്തിനൊക്കെ അരയ്ക്കുന്ന പോലെ അരച്ചെടുക്കുക. അതിനുശേഷം വലിയ കട്ടി വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലേ ആ ഒരു കൺസിസ്റ്റൻസി മതി. അതിനത്രയും വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനി വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഓരോ ദോശയായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. നല്ല എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ അപ്പത്തിൻ്റെ മാവാണെങ്കിൽ രാത്രി ഇങ്ങനെ പുളിക്കാനായിട്ട് വെക്കണം. അതൊന്നുമില്ല, നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പച്ചരി കുതിർക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അരിപ്പൊടിയിൽ കുറച്ച് ചോറും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് ഒക്കെ നന്നായിട്ട് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ കറിയിൽ ഞാൻ ഇനി മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അങ്ങനത്തെ ഒരു പൊടികളും ചേർക്കുന്നില്ല. ഒരു തേങ്ങയുടെ പകുതി എടുത്തതിന് ശേഷം നന്നായിട്ട് അതിനെ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേറൊന്നുമില്ല, നല്ല വെളിച്ചെണ്ണയും കടുകും വറ്റൽമുളകും ഒരു പിഞ്ച് ജീരകവും അത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് താളിച്ചതിന് ശേഷം കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഗ്രീൻ ബീൻസ് കറി വെച്ചിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ സ്പൈസി ആയിട്ട് വെക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.